ഡിയേഴ്സ്, നമ്മളിതാ പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ചുരുങ്ങിയ സമയം കൊണ്ട് മുഴുവൻ കോൺസെപ്റ്റുകളും ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ആദ്യം തന്നെ എന്താണ് ഒരു പോളിഗൺ അഥവാ ബഹുഭുജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂന്നോ അതിൽ കൂടുതലോ വശങ്ങളുള്ള, മൂന്നോ അതിൽ കൂടുതലോ സൈഡുകളുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ. ഇപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ, ഞാനിപ്പോൾ ഒരൊറ്റ ലൈൻ മാത്രം വരച്ചു, ഇത് ക്ലോസ് ആയോ? ഇല്ല. 2 ലൈൻ വരച്ചാൽ ക്ലോസ് ആവുമോ? ഒരു അടഞ്ഞ രൂപത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? പോളിഗൺ എന്ന് പറയാം. മിനിമം 3 സൈഡ് ഉണ്ടാവണം. ഓർത്ത് വെച്ചോ, മിനിമം 3 സൈഡ്. ഓക്കെ, അപ്പം 3ാമത്തെ സൈഡും കൂടെ വരച്ചപ്പോൾ ഇതെന്തായി? ഇത് ക്ലോസ്ഡ് ആയി. ക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ പോളിഗൺ എന്ന് പറയുമ്പോൾ മിനിമം എത്ര സൈഡ് ഉണ്ടാവണം? 3 സൈഡ് ഉണ്ടാവണം. 3 സൈഡുള്ള പോളിഗണെ നമ്മൾ വിളിക്കുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ട്രയാങ്കിൾ. അതല്ല, ഇനിയിപ്പോൾ അതിന് 4 സൈഡ് ഉണ്ടെന്ന് വിചാരിക്കാം. 4 സൈഡ് ഉണ്ടെങ്കിൽ 4 ആംഗിൾസ് ഉണ്ടാകും. അതിന് വിളിക്കുന്ന പേരെന്താ? ക്വാഡ്രിലാറ്ററൽ. സ്ക്വയർ എന്നോ റെക്റ്റാങ്കിൾ എന്നോ പറയരുത് കേട്ടോ, ക്വാഡ്രിലാറ്ററൽ. ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പാരലലോഗ്രാം, അതുപോലെ തന്നെ സ്ക്വയർ, റെക്റ്റാങ്കിൾ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ക്വാഡ്രിലാറ്ററൽസിൻ്റെ പല ടൈപ്പ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ പോളിഗൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ 8ാം ക്ലാസ് പഠിക്കുന്ന ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം. അവസാനം ഞാനൊരു ക്വസ്റ്റ്യൻ തരും, അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഡീലാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ്. പോളിഗൺസിന് 10 സൈഡ് വരെയുള്ള പോളിഗൺസിൻ്റെ പേര് നിങ്ങൾ പഠിക്കണം. ഓക്കെ, 10 സൈഡ് വരെയുള്ളത്. 3 സൈഡാണെങ്കിൽ ട്രയാങ്കിൾ, 4 സൈഡാണെങ്കിൽ ക്വാഡ്രിലാറ്ററൽ, 5 സൈഡാണെങ്കിൽ പെൻഡഗൺ, മലയാളത്തിൽ പഞ്ചഭുജം, 4 സൈഡ് ചതുർഭുജം, 3 സൈഡ് ത്രികോണം, 6 സൈഡുള്ളതാണെങ്കിൽ ഹെക്സഗൺ അഥവാ ഷഡ്ഭുജം എന്നാണ് നമ്മൾ പറയുക. 7 സൈഡാണെങ്കിൽ ഹെപ്റ്റഗൺ അഥവാ സപ്തഭുജം, 7 സപ്ത അല്ലേ. 8 ഒക്ടഗൺ അഥവാ അഷ്ടഭുജം, 9 നവഭുജം അഥവാ നണഗൺ, 10 ആണെങ്കിൽ ഡക്കഗൺ അഥവാ ദശഭുജം. ഈ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ആദ്യം മക്കൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മളോട് ചോദിക്കുക, ഒരു മൂലയിൽ നിന്ന് വരയ്ക്കാൻ കഴിയുന്ന വികർണങ്ങളുടെ എണ്ണം. നമ്പർ ഓഫ് ഡയഗണൽസ്. നമ്പർ ഓഫ് ഡയഗണൽസ് അഥവാ വികർണങ്ങളുടെ എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വികർണങ്ങളുടെ എണ്ണം നിങ്ങളോട് ചോദിക്കും. അത് കണ്ടുപിടിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ സൈഡിൻ്റെ എണ്ണം 7 സൈഡാണ് അല്ലേ? 7 സൈഡ്. ഒരു മൂലയിൽ നിന്ന് തൊട്ടടുത്തുള്ള സൈഡ് ഇവിടെ നോക്ക്. ഈ മൂലയിൽ നിന്ന് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഓൾറെഡി ലൈൻ ഉണ്ട്, ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടും ഓൾറെഡി ലൈൻ ഉണ്ട്. ശരിയല്ലേ? പരസ്പരം കണക്ഷൻ ഇല്ലാത്ത വേർട്ടെക്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ഡയഗണൽ അഥവാ വികരണം. ഓൾറെഡി കണക്ഷൻ ഇല്ലാത്ത വേർട്ടെക്സുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. 1, ശ്രദ്ധിച്ചോ, 1, 2, 3, 4. 7 സൈഡാണെങ്കിൽ വികരണങ്ങളുടെ എണ്ണം 4. ശരിയല്ലേ? ക്വാഡ്രിലാറ്ററൽ 4 സൈഡാണെങ്കിൽ ഒരു മൂലയിൽ നിന്ന് എത്ര വികരണം വരയ്ക്കാൻ പറ്റും? മക്കളെ ശ്രദ്ധിച്ചോ, ഒരു മൂലയിൽ നിന്ന് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുക ഒരു വികരണം. ശരിയല്ലേ? ഇവിടെയാണെങ്കിലോ പെൻഡഗൺ 5 സൈഡാണെങ്കിൽ ഒരു മൂലയിൽ നിന്ന് 2 വികരണം. 5 സൈഡാകുമ്പോൾ 2 എണ്ണം. അതായത് ഈ കാണുന്ന വശങ്ങളുടെ എണ്ണം എത്രയാണോ, 6 സൈഡാണെങ്കിൽ വരയ്ക്കാൻ പറ്റുന്ന വികരണങ്ങളുടെ എണ്ണം ഒരു മൂലയിൽ നിന്ന് 3 എണ്ണം. 6, 3, 5, 2, 4, 1. 4 സൈഡാകുമ്പോൾ 1, 5 സൈഡാകുമ്പോൾ 2, 6 സൈഡാകുമ്പോൾ 3, 7 സൈഡാകുമ്പോൾ 4. അങ്ങനെയാണെങ്കിൽ പഠിച്ചു വെച്ചോ, വികരണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത്? വശങ്ങളുടെ എണ്ണം n ആണെങ്കിൽ, വശങ്ങളുടെ എണ്ണം എത്രയാണോ, വശങ്ങളുടെ എണ്ണം എത്രയാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് എണ്ണത്തിനെ n എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ എണ്ണത്തിൽ നിന്ന് 3 കുറച്ചാൽ മതി. എന്താ ചെയ്യേണ്ടത്? എണ്ണം എത്രയാണോ, വശങ്ങളുടെ എണ്ണം എത്രയാണോ അതിൽ നിന്ന് 3 കുറയ്ക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ഇനി കിട്ടുന്ന ട്രയാങ്കിളിൻ്റെ എണ്ണമാണെങ്കിൽ, ഇപ്പം നോക്ക്, ക്വാഡ്രിലാറ്ററലിൽ ഞാൻ ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ എനിക്ക് എത്ര ട്രയാങ്കിൾ കിട്ടും? ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ 2 ട്രയാങ്കിൾ കിട്ടും. ശരിയല്ലേ? ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ 2 ട്രയാങ്കിൾ നമുക്ക് കിട്ടും.
ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ 2 ട്രയാങ്കിൾ. 4 സൈഡ് ആണെങ്കിൽ 2 ട്രയാങ്കിൾ. 5 സൈഡ് ആണെങ്കിലോ 3 ട്രയാങ്കിൾ കിട്ടും. നോക്കിക്കോ, 5 സൈഡ് ഉള്ളതാണെങ്കിൽ ഡയഗണൽ വരയ്ക്കുമ്പോൾ എത്ര എണ്ണം കിട്ടും? അതാ 3 ട്രയാങ്കിൾ കിട്ടും. സോ നിങ്ങൾ മനസ്സിലാക്കുക, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ചോദിക്കേ, എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് അത് കാണാനുള്ള എണ്ണം എന്ന് പറയുന്നത് എന്നിൽ നിന്ന് 2 അങ്ങ് കുറച്ചാൽ മതി. എത്ര ഓർക്കേണ്ടത്? 2 കുറച്ചാൽ മതി. ഡയഗണൽസിന്റെ എണ്ണം, ഒരു മൂലയിൽ നിന്ന് വരയ്ക്കാൻ കഴിയുന്ന വികരണങ്ങളുടെ എണ്ണം. ഓക്കെ, നമ്പർ ഓഫ് ഡയഗണൽസ് that can be drawn from a single vertex. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒരു മൂലയിൽ നിന്ന് വരയ്ക്കാൻ കഴിയുന്ന വികരണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് n-3. എത്രയാണോ സൈഡുകളുടെ എണ്ണം അതിൽ നിന്ന് 3 കുറയ്ക്കുക. ട്രയാങ്കിൾസിന്റെ എണ്ണം ചോദിച്ചാൽ n-2. എത്രയാണോ സൈഡുകളുടെ എണ്ണം അതിൽ നിന്ന് 2 കുറയ്ക്കുക. ഇനി ഇതിനകത്തുള്ള ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടിയാൽ എത്രയായിരിക്കും എന്ന് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും. ഇതിനകത്തുള്ള എല്ലാ ആംഗിളും കൂടെ കൂട്ടിയാൽ, എല്ലാ ആംഗിൾ കൂടെ കൂട്ടാൻ പറഞ്ഞാൽ ഇവിടെ നോക്ക്, 3 ട്രയാങ്കിളിലെയും ആംഗിൾസ് കൂട്ടിയാൽ പോരെ. നിങ്ങൾ നോക്ക്, 1 ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ, 3 ട്രയാങ്കിൾ. ഇതിലെല്ലാ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ 5 സൈഡുള്ള പെൻറ്റഗണിലെ ആംഗിൾസിന്റെ സമ്മ് കിട്ടും. ശരിയല്ലടാ? എത്ര ട്രയാങ്കിൾ ഉണ്ടോ നോക്കുക. ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. സം ഓഫ്, അകത്തുള്ള ആംഗിൾ ആയതുകൊണ്ട് ഇന്നർ ആംഗിൾസ്. സം ഓഫ് ഇന്നർ ആംഗിൾസ്. എല്ലാവരും ശ്രദ്ധിച്ചോ, അക്കയല്ല, അകക്കോൺ. അകക്കോണുകളുടെ തുക. ട്രയാങ്കിൾസിന്റെ ഒരു പോളിഗണിന്റെ ഇന്നർ ആംഗിൾസിന്റെ സമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ട്രയാങ്കിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് n-2 ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ട്രയാങ്കിളിലെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. സോ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രി. ഇപ്പോൾ 12 സൈഡ് ആണെങ്കിൽ n എന്ന് പറയുന്നത് 12 ആണെങ്കിൽ സം എന്ന് പറയുന്നത് 12ൽ നിന്ന് 2 കുറച്ചാൽ നിങ്ങൾക്ക് ട്രയാങ്കിളിന്റെ എണ്ണം കിട്ടും. 10 ട്രയാങ്കിൾ. 10 × 180 ചെയ്ത് കഴിഞ്ഞാൽ 10 × 180 എന്ന് പറയുമ്പോൾ 1800 ഡിഗ്രി എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതായത് ട്രയാങ്കിൾസിന്റെ എണ്ണം ഇൻറ്റു 180. അതാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻറ്റു 180 ഡിഗ്രി. കാരണം ഒരു ട്രയാങ്കിളിലെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു പോളിഗണിൻ്റെ ഒരു സൈഡ് നമ്മൾ ഒന്ന് നീട്ടി വരച്ച് കഴിഞ്ഞാൽ, അത് തൊട്ടടുത്തുള്ള സൈഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതെന്നറിയോ? ഔട്ടർ ആംഗിൾ. അകത്തുള്ള ആംഗിൾ പോലെ തന്നെ പുറത്തുള്ള ആംഗിൾ പുറം കോൺ. ഓക്കെ, പുറം കോൺ. ഈ പുറം കോണും അകം കോണും ലീനിയർ പെയേഴ്സ് അഥവാ രേഖീയ ജോഡികളാണ്. ഒരു പോയിന്റിൽ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാകുന്നത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു ലൈനിൽ വേറെ ലൈൻ മുട്ടുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകുന്ന ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക? ലീനിയർ പെയർ. ഈ പറയുന്ന ലീനിയർ പെയറുകളായതുകൊണ്ട് തന്നെ പുറം കോണ് കാണാൻ 180ൽ നിന്ന് ആ മൂലയിലുള്ള അകം കോൺ കുറച്ചാൽ മതി. ഓക്കെ, 180ൽ നിന്ന് എന്ത് കുറയ്ക്കുക? ആ വേർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾ കുറച്ചാൽ മതി. സോ 180 - 60 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 120 ഡിഗ്രി. സോ പഠിച്ചു വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 180 ഡിഗ്രി. എപ്പോ? അത് ഒരേ വേർട്ടെക്സിലാകുമ്പോൾ. ഇന്നർ ആംഗിളിന് നമ്മൾ പറയും അകക്കോൺ. ഓക്കെ, അകക്കോൺ
പ്ലസ് പുറം കോൺ. അകക്കോണും പുറം കോണും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി ആണ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പഠിച്ചു വെച്ചോ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം ചോദിക്കാൻ പോവാണേ. എല്ലാവരും കൃത്യമായിട്ട് ഒറ്റൊരു കാര്യം കൂടെ പഠിച്ചിട്ട് ഞാൻ ചോദിക്കാം. ഒറ്റൊരു കാര്യം കൂടെ. ഈ പറയുന്ന പുറം കോണുകളുടെ തുക നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ പുറം കോണുകളുടെ തുക. പുറം കോണുകളുടെ തുക. പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? അത് പോളിഗൺ എത്ര സൈഡ് ഉണ്ടെങ്കിലും ഒരു പോയിന്റിന്റെ ചുറ്റുള്ള ആംഗിൾ എത്രയാ? അത് ആലോചിച്ചാൽ മതി. രണ്ടും സെയിമാ. ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ചുറ്റുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. എത്രയാണ്? 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി. എത്രയാണ്? 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മക്കളെ പഠിച്ചു വെച്ചോ. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നതും 360 ഡിഗ്രി. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയാ? 360 ഡിഗ്രി. പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും, എല്ലായ്പ്പോഴും. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ക്വസ്റ്റ്യൻ വേണ്ട, ഇപ്പോഴും ഞാൻ ചോദിക്കാൻ റെഡി ആയിട്ടില്ല. ഞാൻ ഒന്നും കൂടെ റെഡി ആയിട്ട് ചോദിക്കാം. ഒറ്റൊരു കാര്യം കൂടെ പഠിപ്പിച്ചിട്ട് ചോദിക്കാം. ഒരു കിണ്ണം ക്വസ്റ്റ്യങ്ങളോട് ചോദിക്കാനുണ്ട്. ഓക്കെ, ഈ പോളിഗൺസിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഇവിടെ വരച്ചിട്ടുള്ള ഈ കാണുന്ന ട്രയാങ്കിൾ ആയിക്കോട്ടെ, ക്വാഡ്രിലാറ്ററൽ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പെൻറ്റഗൺ ആയിക്കോട്ടെ, ഹെക്സഗൺ ആയിക്കോട്ടെ, ഹെപ്റ്റഗൺ ആയിക്കോട്ടെ, ഒക്ടഗൺ, നണ്ണഗൺ, ഡെക്കഗൺ, അല്ലേ? എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, സപ്തഭുജം, അഷ്ടഭുജം, നവഭുജം, ദശഭുജം, അങ്ങനെ 8 ഭുജങ്ങൾ അവിടെ ഉണ്ട്. 8 ബഹുഭുജങ്ങൾ അവിടെ ഉണ്ട്. അതിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഇതിൻ്റെ എല്ലാ സൈഡും ഈക്വലാണ്. എന്താണ്? എല്ലാ സൈഡും ഈക്വൽ ആണ്, എല്ലാ ആംഗിളും ഈക്വൽ ആണ്. ഇപ്പൊ ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന്റെ എല്ലാ ആംഗിളും 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അല്ലെ? സമഭുജ ത്രികോണം. എന്താ വിളിക്കുക? സമഭുജ ത്രികോണം. അങ്ങനെ എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ ആയിട്ടുള്ള പോളിഗണെ വിളിക്കുന്ന പേരാണ് റെഗുലർ പോളിഗൺസ്. എന്താ വിളിക്കുക? റെഗുലർ പോളിഗൺസ്. മലയാളത്തിലാണെങ്കിൽ സമബഹുഭുജം. സമബഹുഭുജം. ഈ പറയുന്ന സമബഹുഭുജത്തിന്റെ എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിരിക്കും. എല്ലാ സൈഡുകളും എല്ലാ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ എല്ലാ സൈഡും ഈക്വൽ, എല്ലാ ആംഗിളും ഈക്വൽ എന്ന് പറയുമ്പോൾ എല്ലാം 90 ഡിഗ്രി വരും. എല്ലാം എത്രയാണ്? 90 ഡിഗ്രി ആണ്. അങ്ങനെ 90 ഡിഗ്രി ആണെങ്കിൽ എൻ്റെ മക്കളെ ഓർത്ത് വെച്ചോ, അതിൻ്റെ പേരാണ് സ്ക്വയർ, സമചതുരം. ക്വാഡ്രിലാറ്ററൽ എല്ലാ സൈഡും എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അതൊരു സ്ക്വയർ ആണ്. സ്ക്വയർ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ, അല്ലേ? മലയാളത്തിലാണെങ്കിൽ സമചതുരം. ഇനിയുള്ള പേരുകൾ പഠിക്കാൻ സുഖമാണ്. എന്താണെന്നറിയോ? ഇനിയുള്ള സാധനം 5 സൈഡും സെയിം, 5 ആംഗിളും ഈക്വൽ. ഇതിൻ്റെ ആംഗിൾ എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. ഇതിൻ്റെ ആംഗിള് 108 ഡിഗ്രി. ഓക്കെ, എല്ലാ ആംഗിളും 108 ഡിഗ്രി. അങ്ങനെയുള്ള പെൻറ്റഗണെ നമ്മൾ വിളിക്കുന്ന പേരാണ്, വെറും പെൻറ്റഗൺ അല്ല, റെഗുലർ ആയിട്ടുള്ള എല്ലാ ആംഗിളും എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് റെഗുലർ പെൻറ്റഗൺ. അതേപോലെ ഹെക്സഗൺ 6 സൈഡിൽ, അതിൻ്റെ എല്ലാ ആംഗിളും സെയിം 120 ഡിഗ്രി. പഠിച്ചു വെച്ചോ. എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ, 120 ഡിഗ്രി ആണെങ്കിൽ റെഗുലർ ഹെക്സഗൺ. എല്ലാ സൈഡും ഈക്വൽ, എല്ലാ സൈഡും ഈക്വൽ, എല്ലാ ആംഗിളും ഈക്വൽ. അപ്പോൾ ഹെപ്റ്റഗൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റെഗുലർ ഹെപ്റ്റഗൺ, റെഗുലർ ഒക്ടഗൺ, റെഗുലർ നണ്ണഗൺ, റെഗുലർ ഡെക്കഗൺ എന്നിങ്ങനെയാണ് ഇതിൻ്റെ പേരുകൾ വരിക. റെഗുലർ
പെൻഡഗൺ, റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെപ്റ്റഗൺ, എല്ലാത്തിൻ്റെ പേരിലും ഇംഗ്ലീഷിലാണെങ്കിൽ റെഗുലർ. റെഗുലർ എന്ന് കണ്ടാൽ മനസ്സിലാക്കുക എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ ആണ്. ഇനി മലയാളത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കുക? സമബഹുഭുജം എന്നുള്ള പോലെ സമപഞ്ചഭുജം, സമഷഡ്ഭുജം, സമസപ്തഭുജം, സമ അഷ്ടഭുജം, സമനവഭുജം, സമദശഭുജം, എല്ലാത്തിൻ്റെ പേരിൻ്റെ കൂടെ ഒരു സമ ചേർത്ത് കൊടുക്കാം. മറ്റേത് സമഭുജ ത്രികോണം, സമചതുരം. ഈ പേരുകൾ ഓർത്ത് വെക്കുക. അത്രയേ ഉള്ളൂ നമ്മളുടെ ചാപ്റ്ററിലെ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഒറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോഡായില്ലേ? ആണ്. ഒരു സമബഹുഭുജത്തിന്റെ ഒരകക്കോൺ 168 ഡിഗ്രി ആണെങ്കിൽ അതിന് എത്ര വശങ്ങളുണ്ട്? അകത്തുള്ള കോൺ എന്ന് പറയുമ്പോൾ ഇന്നർ ആംഗിൾ, അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിൾ എത്രയാ? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിച്ചു, ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 180യിൽ നിന്ന് ഇന്നർ കുറച്ചാൽ മതി. ഇന്നർ ആംഗിൾ 160 ഡിഗ്രി, കുറച്ച് കഴിഞ്ഞാൽ 12 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ്, അതിനെയാണ് n എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമ്പർ ഓഫ് സൈഡ്സിനെയാണ് n എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പുറം കോണുകളുടെ തുക 360 ഡിഗ്രി ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 ഡിഗ്രിയാണ് ഒരു പുറം കോൺ. സോ 12 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36നെ 12 ഡിവൈഡ് ചെയ്താൽ 3. സോ 30 സൈഡ് ഉണ്ടാകും. എത്രയാണ്? 30 സൈഡ് ഉണ്ടാവും. 30 സൈഡ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ അല്ലേ? 30 സൈഡ്, എല്ലാ ആംഗിളും ഈക്വൽ ആണ്. അതുകൊണ്ട് എല്ലാ ഇന്നർ ആംഗിളും ഈക്വൽ ആയിരിക്കും, എല്ലാ ഔട്ടർ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇവിടെ 30 സൈഡുകൾ ഉണ്ട്. എങ്ങനെ കിട്ടിയത്? നമുക്കറിയാം 12 ഡിഗ്രിയാണ് ഔട്ടർ ആംഗിൾ. സമ്മ് 360, 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇവിടെ ഇപ്പം 168 എന്നതിന് പകരം 135 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും എന്ന് ഫൈൻഡ് ചെയ്യുക. അത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ആൻസർ കമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ആൻസർ എന്ത് ചെയ്യണം? കമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, സെറ്റ് ആണല്ലോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് സൈലം യോധയുടെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ഏർലി ബേർഡ് ഓഫറൊക്കെ ഉള്ളതാണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. ഗംഭീരമായിട്ട് പഠിക്കാം.